الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും ചെയ്യാൻ വേണ്ടി ആജ്ഞാപിച്ച കർമ്മങ്ങളിൽ ഏറ്റവും സുപ്രധാനമായതാണ് നമസ്കാരം എന്ന് നമുക്കേവർക്കും അറിയാം. എല്ലാ ജനസമുദായങ്ങളോടും നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രവാചകന്മാരെല്ലാം അവരുടെ അനുയായികളെ നമസ്കരിക്കാൻ വേണ്ടി ഉപദേശിക്കുകയും അത് വളരെ പ്രാധാന്യപൂർവം അനുഷ്ഠിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തതായി വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദീനിന്റെ തൂണ് നെടുന്തൂൺ എന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ തറക്കഹ ഫഖദ് ഹദമദ്ദീൻ. നമസ്കാരം ദീനിന്റെ നെടുന്തൂണാണ്, അത് ഉപേക്ഷിക്കുന്നവൻ ദീനിനെ തകർത്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതും നമസ്കാരത്തിന്റെ കാര്യത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മിക്കുകയും ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തുകയും ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അഖ്മിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കുന്നതിന് വേണ്ടി നീ നമസ്കാരം നിലനിർത്തുക. മക്കയിലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് തന്നെ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാം. പക്ഷെ അത് ഇന്ന് നമുക്ക് പരിചയമുള്ള ആ 5 നേരത്തെ നമസ്കാരവും നമ്മൾ ഇന്ന് നിർവഹിക്കുന്ന രീതിയിലുള്ള ആ കൃത്യമായ റക്അത്തുകളും എന്ന രൂപത്തിൽ ആയിരുന്നില്ല. നമസ്കരിക്കാനുള്ള കൽപ്പന മൊത്തത്തിൽ നൽകുകയും അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, റുകൂഅ് ചെയ്തുകൊണ്ട്, സുജൂദ് ചെയ്തുകൊണ്ട്, സാധിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവും രാത്രി സമയങ്ങളിലുമൊക്കെ നമസ്കരിക്കുക എന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അല്ലാഹുവുമായിട്ടുള്ള ഒരു ബന്ധം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കേണ്ടതുണ്ട്. അടിക്കടി ആ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ആ ഓർമ്മ നിലനിർത്തുകയും ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, അവനോട് എനിക്ക് ബാധ്യതകളുണ്ട്, അവൻ എനിക്ക് ചില കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്
അതിന് നന്ദി ചെയ്തുകൊണ്ട് ഞാൻ ജീവിച്ചെങ്കിൽ മാത്രമേ അവന്റെ അടുത്ത് ഞാൻ അംഗീകരിക്കപ്പെട്ടവനാവുകയുള്ളൂ, അവന്റെ തൃപ്തി എനിക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധമാണ് ഈ നമസ്കാരത്തിലൂടെ വിശ്വാസികൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ആരാധനാകർമ്മം വളരെ പ്രധാനവും അതുപോലെ ദീനിന്റെ അടിത്തറയും ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ചിട്ടുള്ള ആ നിർബന്ധം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അറിയിച്ചത് അത് നേർക്കുനേരെയാണ്. ഒരു മധ്യവർത്തി ഇല്ലാതെ കണ്ട് നേർക്കുനേരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധാനത്തിലേക്ക് തന്റെ പ്രവാചകനെ വിളിച്ചു വരുത്തി അവിടെ വെച്ചാണ് ആ നമസ്കാരം നിർബന്ധമാക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണല്ലോ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ ഓർക്കുന്നത്. അങ്ങനെയാണ് ആ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിന്റെ സാന്നിധ്യത്തോടുകൂടി ആകാശലോകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ ഒരു പ്രത്യേകമായ വഴിദൂരം പിന്നിട്ടതിന് ശേഷം ഇനി നീ മുന്നോട്ട് പോവുക, എനിക്കങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം മാറി നിന്നതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധാനത്തിലേക്ക് കൂടുതൽ അടുത്തതും അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതുമൊക്കെ ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ നൽകിയ കൂട്ടത്തിലാണ് നമസ്കാരത്തിന്റെ കാര്യം നമുക്ക് കാണാൻ സാധിക്കുക. അവസാനമായി 5 നേരം നമസ്കരിക്കണമെന്നും ആ 5 നേരത്തെ നമസ്കാരം മുറപ്രകാരം ഒഴികഴിവില്ലാതെ കണ്ട് നിർബന്ധമായും അനുഷ്ഠിക്കണമെന്നുമൊക്കെയുള്ള കൽപ്പന നബി തിരുമേനിക്ക് ലഭിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ മറ്റുള്ള കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതുപോലെ വളരെ സുപ്രധാനമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് നേരിട്ട് വിളിച്ചു വരുത്തി അതിന്റെ നിർദ്ദേശം നൽകുന്നത് പോലെയുള്ള ഒരു അനുഭവം വേറെ ഉണ്ടായിട്ടില്ല. അത് ഈ ആരാധനയുടെ പ്രാധാന്യത്തെയും അതിന്റെ പ്രസക്തിയെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും അവഗണിക്കാൻ പറ്റുന്നതോ നിസ്സാരമായി കാണാൻ പറ്റുന്നതോ അതിനെ സംബന്ധിച്ചിടത്തോളം അവൻ അശ്രദ്ധയിൽ കഴിയാൻ പറ്റുന്നതോ ആയ ഒരു കാര്യം അല്ല. നാളെ പരലോകത്തിൽ മനുഷ്യനെ അവന്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് വിചാരണ ചെയ്യുമ്പോൾ ഒന്നാമതായി വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തിന്റെ വിഷയമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവ്വലു മാ യുഹാസബു അലൈഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ. ഒരു ദാസൻ, ഒരു അടിമ, അല്ലാഹുവിന്റെ ഒരു ദാസൻ ഖിയാമത്ത് നാളിൽ ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തിന്റെ വിഷയത്തിലാണ്. ഫമൻ സലഹത് ഫൈൻ സലഹത് സലഹ സായിറു അമലിഹി. അതിൽ അവൻ വിജയിച്ചാൽ, അതവൻ മുറപ്രകാരം നിറവേറ്റിയിട്ടുണ്ട് എങ്കിൽ, ആ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഇബാദത്തായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ അവന്റെ എല്ലാ കർമ്മങ്ങളിലും അവൻ രക്ഷപ്പെട്ടു. വൈൻ ഫസദത് ഫസദ സായിറു അമലിഹി. അതേ അവസരത്തിൽ അതിൽ അവൻ പരാജയപ്പെടുകയാണ്, ആ നമസ്കാരം കൃത്യമായും കണിശമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രീതിയിലും നിർവഹിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവന്റെ മറ്റു കർമ്മങ്ങളൊക്കെ പരാജയപ്പെടുന്നതാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു. അപ്പോൾ ഈ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് ഈ വശങ്ങളിലൂടെ എല്ലാം തന്നെ ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമസ്കാരത്തെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര കൃത്യമായും കണിശമായും അവൻ അനുഷ്ഠിക്കണം എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം.
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഏറ്റവും അവസാനമായി പറഞ്ഞ വസിയ്യത്തും നമസ്കാരത്തിന്റെ കാര്യത്തിലായിരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അസ്സലാ വസ്സലാ വമാ മലക്കത്ത് ഐമാനുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യമായി കണ്ണടക്കുന്നതിന് മുമ്പ് പ്രത്യേകമായി പറഞ്ഞിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അസ്സലാ വസ്സലാ, നമസ്കാരത്തിന്റെ കാര്യം. വമാ മലക്കത്ത് ഐമാനുക്കും, അതുപോലെ നിങ്ങളുടെ കീഴിലുള്ള, നിങ്ങളുടെ ബാധ്യതയിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലുമുള്ള ആ വിഭാഗത്തോട് സ്നേഹമസൃണമായി പെരുമാറുക, അവരോട് ദയ കാണിക്കുക, അവർക്ക് അർഹമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക. ഈ വിഷയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യമായി ഊന്നിപ്പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നമസ്കാരത്തിൽ ഒരു സന്ദർഭത്തിലും വിട്ടുവീഴ്ചയില്ല. ഏത് പ്രയാസകരമായ സാഹചര്യമാണ് എങ്കിലും നമസ്കാരം നിറവേറ്റുന്നതിൽ നിന്ന് ആർക്കും വിടുതിയില്ല. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. മാത്രമല്ല, ഈ മുസ്ലിം ഉമ്മത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നമസ്കാരവും ക്രമമായും കണിശമായും നിലനിൽക്കണം എന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിന്റെ ഈ ചരടുകൾ അത് ഓരോന്നോരോന്നായിട്ട് മുറിഞ്ഞുകൊണ്ടേയിരിക്കും. കാലക്രമത്തിൽ ഇസ്ലാമിന്റെ ശരിയായ രൂപത്തിന് പല മാറ്റങ്ങളും പലതരത്തിലുള്ള കുറച്ചിലുകളും വീഴ്ചകളും ന്യൂനതകളും ഒക്കെ സംഭവിക്കും. ലതൻഖുലുന്ന ഉറൽ ഇസ്ലാമി ഉറുവത്തൻ ഉറുവത്തൻ, ഇസ്ലാമിന്റെ ആ ഭദ്രമായ കയറ് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ മുറിച്ചു കളയും. ഈ സമൂഹം ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നതിൽ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പൂർണ്ണമായ രീതി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ആ ഖുർആനിന്റെ സമ്പൂർണമായ രീതിയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഇസ്ലാമിന്റെ ഒരു ചിത്രമുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു മുസ്ലിം സമൂഹത്തിൻ്റെതായ ഒരു ചിത്രമുണ്ട്. അതിന്റെ സമ്പൂർണമായ രീതിയിലാണ് പ്രവാചകന്റെയും ഖുലഫാഉർ റാഷിദുകളുടെയും കാലഘട്ടത്തിൽ നിലനിന്നത്. അതിനെ പൂർണ്ണമായി നിലനിർത്തി, അല്ലെങ്കിൽ ആ പൂർണ്ണമായി സ്ഥാപിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ആയത്തുകൾ അവതരിച്ചത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ഇതാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇതാ ഇപ്പോൾ നിങ്ങളുടെ ദീനെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഏത് രൂപത്തിലാണോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അന്തിമമായ രീതി, അന്തിമമായ ആ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്, അതിതാ പൂർത്തീകരിക്കപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിന്റെ കീഴിൽ ആ അല്ലാഹുവിന്റെ കൽപ്പനകൾ മുഴുവൻ തന്നെ നടപ്പാക്കുകയും അത് മുഴുവൻ ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തെ നിലവിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആ സാഹചര്യം ഉണ്ടായി. അതിതാ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞാനും എന്റെ ഖുലഫാവും എന്നെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന അയിമ്മത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശരിയായ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ ഓരോന്നോരോന്ന് മുസ്ലിം സമൂഹത്തിലെ മാറ്റങ്ങൾ വരികയും ഈ വ്യവസ്ഥയെ തകർക്കുന്ന പല അനുഭവങ്ങളോ സംഭവങ്ങളോ ചരിത്രങ്ങളോ ഒക്കെ ഉണ്ടായിത്തീരുകയും ചെയ്തു. അതിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്, ലതൻഖുലുന്ന ഉറൽ ഇസ്ലാമി ഉറുവത്തൻ ഉറുവ, ഇസ്ലാമിന്റെ ഈ ഭദ്രമായ കയറ് ഓരോരോ
അംശങ്ങളായി അല്ലെങ്കിൽ ഇഴകളായിട്ട് നിങ്ങൾ അത് പറിച്ച് അല്ലെങ്കിൽ കഷ്ണിച്ച് കൊണ്ടേയിരിക്കും. എന്നിട്ട് പറഞ്ഞു ഫകുല്ലമം ഖലത ഉർവത്തുൻ തശബ്ബസന്നാസു ബില്ലദീ യലീഹാ. ഓരോ അംശവും ഇങ്ങനെ മുറിഞ്ഞു പോകുമ്പോൾ മുസ്ലിം സമൂഹം ബാക്കിയുള്ളതിനെ മുറുകെ പിടിക്കും. അതായിരിക്കും അവരുടെ അവസ്ഥ. അങ്ങനെ ഇസ്ലാമിന്റേതായ ആ പൂർണ്ണമായ സംവിധാനത്തിൽ നിന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇല്ലാതെയായി പോകും. സക്കാത്ത് കുറെ ആളുകൾ ചെയ്യാതെ, അല്ലെങ്കിൽ ഇസ്ലാമികമായ വ്യവസ്ഥ അനുസരിച്ചുള്ള സക്കാത്തിന്റെ വ്യവസ്ഥ ഇല്ലാതെ അങ്ങനെ മാറുമ്പോൾ ബാക്കിയുള്ള നോമ്പും അതുപോലെ തന്നെ നമസ്കാരവും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ആളുകൾ കഴിഞ്ഞു പോകും. അങ്ങനെ കുറെ കഴിയുമ്പോൾ നോമ്പ് നോൽക്കുന്നവരും കുറയുമ്പോൾ അപ്പൊ ആ നോമ്പുമാണ്ട് ഒഴിവാക്കി ബാക്കിയുള്ള കുറെ ആളുകൾ നിസ്കാരവുമായിട്ടും ദുആകളുമായിട്ടും ദിക്റുകളുമായിട്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓരോ പാശവും ഇങ്ങനെ മുറിഞ്ഞു പോകുമ്പോൾ ആളുകൾ ബാക്കിയുള്ളതിനെ മുറുകെ പിടിക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ അതിൽ നിന്നും ഓരോന്ന് ഇങ്ങനെ ഇല്ലാതെ ആയിത്തീരും. ഈ ഒരവസ്ഥ ദീനിന് സംഭവിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്, ഫഅവ്വലുഹുന്ന നഖ്ലൻ അൽ ഹുക്മു. ഒന്നാമതായിട്ട് ഈ ഇസ്ലാമിന്റേതായ സമ്പൂർണ്ണ രീതിയിൽ നിന്ന് മുറിഞ്ഞു പോകുക ഭരണകൂടമായിരിക്കും. ഇസ്ലാമിന്റെ ഹുക്കുമായിരിക്കും, ഭരണകൂടമായിരിക്കും. ഈ ഇസ്ലാമിന്റേതായ ആ പൂർണ്ണമായ വ്യവസ്ഥയിൽ നിന്ന് ആദ്യമായി മുറിഞ്ഞു പോകുന്നത്. ഇസ്ലാമിന്റെ ശരിയായ രീതിയിലുള്ള ഒരു ഭരണം, എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാമിക സ്റ്റേറ്റ്, അത് ആദ്യമായി ഇല്ലാതെയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ചരിത്രം പരിശോധിച്ചാൽ ഇതൊക്കെ അക്ഷരം പ്രതി സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി ഇസ്ലാമിന്റെ സ്വഭാവത്തിൽ നിന്ന് ഭരണം തന്നെ മാറിപ്പോകും. അങ്ങനെ കുറെ കാലത്തോളം മുസ്ലിമീങ്ങൾ ഇങ്ങനെ ആലോചിക്കും, ഖുലഫാഉർ റാഷിദുകളുടെയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒക്കെ കാലഘട്ടത്തിൽ ഇസ്ലാം അതിന്റെ സമ്പൂർണമായ രീതിയിലായിരുന്നു. അന്ന് ഇസ്ലാമിന്റെ സ്വഭാവവും രീതിയും ഒക്കെ ഇങ്ങനെയായിരുന്നു ഒക്കെ ആളുകൾ ആലോചിക്കും. അത് തന്നെയാണ് വേണ്ടത്, അതിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടത് എന്നൊക്കെ ചില ആളുകൾക്ക് ചിന്തയും ഉണ്ടായിരിക്കും. പിന്നെ കുറെ ഇങ്ങനെ കഴിയുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ ഭരണവും അത് സംബന്ധമായ കാര്യങ്ങളുമൊന്നും ദീനിൽപ്പെട്ടതല്ല, അതൊക്കെ ദീനിന്റെ പുറത്താണ് എന്ന് പോലും പറയുന്ന രീതിയിൽ ഇസ്ലാമിന്റെ ശരിയായ രൂപം മുസ്ലിം സമൂഹത്തിന് അവ്യക്തമാകും. അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാടുകൾ പിഴച്ചുപോകും. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഖിറുഹുന്ന സ്വലാത്തു, ഏറ്റവും അവസാനമായി മുറിഞ്ഞു പോവുക നമസ്കാരമായിരിക്കും. അപ്പൊ ആളുകൾ ഇങ്ങനെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ചിട്ടയും നമസ്കരിക്കുന്ന കാര്യത്തിലുള്ള ശ്രദ്ധയുമൊക്കെ കുറെ കാലം നീണ്ടു പോകും. അപ്പോൾ മുസ്ലാമിക സമൂഹത്തിൽ ഏറ്റവുമേറെ നിലനിൽക്കുന്ന ആരാധനാ കർമ്മം നമസ്കാരമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നമസ്കാരത്തിൽ പോലും വീഴ്ചകൾ വരുത്തുകയും നമസ്കാരത്തെ പോലും അവഗണിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിം സമൂഹത്തിന്റെ ഭൂരിഭാഗവും എന്ന് ഇന്ന് നമ്മൾ പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്. മുസ്ലിം സമൂഹം നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിഷ്ഠ പാലിക്കുന്നത് ചെറിയ ഒരു ശതമാനം മാത്രമാണ്. പക്ഷേ മുസ്ലിമീങ്ങളാണ് ഞങ്ങൾ എന്നും ഇസ്ലാമിന്റെ ആളുകളാണ് എന്ന് പറയുന്നതിലും ഒരു മാറ്റവുമില്ലാതെ, അതിന്റെ ഇടയിൽ ഒരു വൈരുദ്ധ്യവും കാണാതെ കണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവഗണന പുലർത്തുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം ഇസ്ലാമിൽ നിന്ന് ഏറ്റവും അവസാനമായി മുറിഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധ കുറയുകയും അതുപോലും അസ്തമിച്ചു പോവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമൂഹം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിനോടുള്ള നമ്മുടെ പൊക്കിൾ കൊടി ബന്ധം പോലും മുറിച്ചു കളയുന്നതിന് തുല്യമാണ് എന്ന് വളരെ ഗൗരവത്തോടുകൂടി തന്നെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഇസ്ലാം എപ്പോഴും അതിന്റെ അനുയായികളോട്
ഏറ്റവും ആദ്യമായും പ്രഥമമായും പ്രധാനമായും കൽപ്പിച്ച നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്ന് ഉണർത്തിയത് നമുക്ക് കാണാം. ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഹാഫിളു അലസ്സലവാത്ത്, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചിട്ട പുലർത്തുവീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്നുകൊണ്ടും അവനെ പേടിച്ചുകൊണ്ടും അവന് കീഴ്പ്പെട്ടുകൊണ്ടും നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുവീൻ എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സന്ദർഭത്തിലും ഇതിന് വിടുതിയില്ല എന്നുള്ളത് നമസ്കാരത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ആ നോമ്പിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിട്ടുവീഴ്ചയുണ്ട്. പക്ഷേ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിന്നുകൊണ്ട് നേരായ രീതിയിൽ സാധാരണഗതിയിൽ നമസ്കരിക്കാൻ അവന് സാധിക്കുകയില്ല എങ്കിൽ അവൻ ഇരുന്ന് നമസ്കരിക്കണം. ഇരുന്നുകൊണ്ടും അവന് സാധിക്കുന്നില്ല എങ്കിൽ കിടന്നുകൊണ്ട് മാത്രമേ അവന് നമസ്കാരം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ആ അവസ്ഥയിലും അവൻ നമസ്കാരം നിർവഹിക്കണം. യാത്രക്കാരനാണ് എങ്കിൽ കൃത്യമായി ഓരോ നമസ്കാരവും അതത് സമയങ്ങളിൽ നിർവഹിക്കാൻ അവന് പ്രയാസമുണ്ട് എങ്കിൽ നമസ്കാരം ജംഅ ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ളുഹർ നമസ്കാരവും അസ്ർ നമസ്കാരവും ഒന്നിച്ച് നമസ്കരിക്കാം. പകൽ സമയത്ത് ഒരു നമസ്കാരമായിട്ട് അത് നിർവഹിക്കാം. എന്ന് പറഞ്ഞാൽ ളുഹർ നമസ്കാരവും അസ്ർ നമസ്കാരവും ഒന്നുകിൽ ളുഹറിന്റെ സമയത്തോ അല്ലെങ്കിൽ അസ്റിന്റെ സമയത്തോ അവന് നിർവഹിക്കാം. എന്നാലും ആ നമസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല. അതുപോലെ ഇശാ നമസ്കാരവും മഗ്രിബ് നമസ്കാരവും ഒന്നിച്ചവനെ നിർവഹിക്കാം. മഗ്രിബിന്റെ സമയത്ത് രണ്ടും കൂടി നമസ്കരിച്ചാലും പറ്റും, അല്ല മഗ്രിബിനെ പിന്തിച്ചുകൊണ്ട് ഇശാന്റെ സമയത്ത് നമസ്കരിച്ചാലും മതി. അപ്പോൾ യാത്രക്കാരനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനോ രോഗം കാരണത്താൽ കൃത്യമായി വുളു എടുത്ത് അതത് നമസ്കാരങ്ങൾ അതത് സമയങ്ങളിൽ നിർവഹിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് എങ്കിൽ അത്തരം രോഗങ്ങൾ ഉണ്ടായിരിക്കും, അത്തരം ആളുകളും ഉണ്ടായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 3 നേരങ്ങളിലായിക്കൊണ്ട് സുബഹി സമയത്തും അതുപോലെ ളുഹർ സമയത്തും അല്ലെങ്കിൽ ഇശാന്റെ സമയത്തുമൊക്കെ 3 സമയങ്ങളിലായിക്കൊണ്ട് ഈ 5 നേരത്തെ നമസ്കാരം നിർവഹിച്ചാൽ മതി. അത് തന്നെ പൂർണ്ണമായ രീതിയിൽ അവന് 4 റക്അത്തുകളും നമസ്കരിക്കാൻ പ്രയാസം തോന്നുകയാണ് എങ്കിൽ 4 റക്അത്തുള്ള നമസ്കാരങ്ങളൊക്കെ ഈ 2 റക്അത്തായി ഖസ്റായിട്ട് നമസ്കരിക്കാം. യാത്രക്കാരനോ അല്ലെങ്കിൽ രോഗിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇളവുകളും വിടുതികളും അവരെ സംബന്ധിച്ചിടത്തോളം അനുവദിച്ചിട്ടുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം റുകൂഉം സുജൂദും ഒക്കെ കൃത്യമായും കണിശമായും നിർവഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കുന്ന ഒരാളാണ് സുജൂദ് ചെയ്യാൻ പറ്റുകയില്ല എങ്കിൽ അയാൾക്ക് എത്രത്തോളമാണോ കുനിയാൻ സാധിക്കുക അത്രത്തോളം കുനിഞ്ഞാൽ മതി. വേറൊരാൾക്ക് റുകൂഉ ചെയ്യാൻ പറ്റുന്നില്ല, റുകൂഉ ചെയ്യാൻ പറ്റാത്ത ആൾ റുകൂഉ ചെയ്യണ്ട. ആ റുകൂഉ ചെയ്യുകയാണ് എന്നുള്ള ആ ധാരണയോടുകൂടി അത്രത്തോളമാണ് ആ കർമ്മം അനുഷ്ഠിക്കാൻ അവന് സാധിക്കുന്നത് എങ്കിൽ അത്രത്തോളം മാത്രം ചെയ്തുകൊണ്ട് ആ ദിക്റുകളും മറ്റുമൊക്കെ ചൊല്ലി ആ രൂപത്തിൽ ആയാൽ മതി. അപ്പൊ എങ്ങനെയൊക്കെ സാധിക്കുന്നുവോ ആ സാധിക്കുന്ന രീതിയിൽ നമസ്കാരം നിർവഹിക്കുക എന്നല്ലാതെ കണ്ട് നമസ്കാരം ഒഴിവാക്കാനുള്ള ഒരു ഇളവും നൽകിയിട്ടില്ല എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ഥിരമായി നമസ്കാരം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഇസ്ലാമിൽ ഉണ്ടാവാൻ പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ശത്രു സൈന്യവുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സഹാബികൾ, ആ സഹാബികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന്റെ കാര്യത്തിൽ സാധിക്കുന്ന രീതി സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കണം എന്ന് കൽപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ശത്രുക്കളെ അഭിമുഖീകരിക്കുകയാണ്. മുന്നിൽ നിൽക്കുന്നത് ആയുധങ്ങളേറിയ ശത്രുക്കളാണ്. ഏത് സന്ദർഭത്തിലും അവരിൽ നിന്ന് ആക്രമണം ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ പ്രവാചകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ കലിമത്തിനെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവാർപ്പണം ചെയ്യാൻ സന്നദ്ധരായ ആളുകളാണ് ഈ സമരത്തിന് വേണ്ടി അണിനിരന്നിട്ടുള്ളത്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവൻ കൊടുക്കാൻ വേണ്ടി സന്നദ്ധരായി, അതും അല്ലാഹുവിനും അവന്റെ ദീനിനും വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി സന്നദ്ധരായി വന്ന ആളുകളാണ് എങ്കിൽ പോലും നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക തന്നെ വേണം.
വിട്ടുവീഴ്ചയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന ഫൈദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ. ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, നിങ്ങളെ ഭയചകിതരായ സാഹചര്യമാണ് ഉള്ളത്, ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങളെ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനപ്പുറത്ത് ഏറിക്കൊണ്ടോ ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നത് എങ്കിൽ ആ രൂപത്തിൽ നമസ്കരിക്കുക. ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, നിങ്ങൾ നടന്നുകൊണ്ട് നമസ്കരിക്കാൻ സാധിക്കോ, എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ശാന്തമായി ഒരു സ്ഥലം കണ്ടെത്തിയിട്ടോ അവിടെ ഖിബലയിലേക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ നടക്കുകയാണ്, അല്ലെങ്കിൽ പടവെട്ടുകയാണ്, അല്ലെങ്കിൽ ശത്രുവിനെ നേരിടാൻ വേണ്ടി പോവുകയാണ്, വാഹനപ്പുറത്താണ്, ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി, നിങ്ങൾ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ വാഹനപ്പുറത്ത് ഏറിക്കൊണ്ടോ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത് നടപ്പാക്കിയ പല ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്ന് ആ റസൂലിനെ തുടർന്നുകൊണ്ട് സഹാബിമാര് ശത്രു ഖിബലയുടെ ഭാഗത്താണ് എങ്കിൽ നേരിട്ട് അവരെ കാണാൻ സാധിക്കും, അവർ ആക്രമണത്തിന് വരുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യമാണ് എങ്കിൽ സ്വന്തം അണികളെ ഇമാമിന്റെ കീഴിൽ ശത്രുവിന് അഭിമുഖമായി നിരത്തി ഒരു കൂട്ടം ആളുകളെ ഇമാമിനോടൊപ്പം 2 റക്അത്ത് നമസ്കരിച്ച് അവര് വേറെ ശത്രുവെ നിരീക്ഷിക്കുമ്പോൾ മറ്റേ വിഭാഗം അവിടെ തന്നെ കാത്തു നിൽക്കുക. പിന്നെ ഇമാമിന്റെ കൂടെ അവര് വന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുക. അപ്പോൾ ഇമാമിന് 4 റക്അത്തും ശത്രുവിന് 2 റക്അത്തും, ഇങ്ങനെയൊക്കെ കിട്ടുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒക്കെ നിസ്കാരം നിർവഹിച്ചിരുന്നു യുദ്ധക്കളത്തിൽ എന്ന് നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കാം. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം അത്രത്തോളമുള്ള തീക്ഷ്ണമായ സാഹചര്യങ്ങളിൽ പോലും നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ഭയത്തിന്റെയും അതുപോലെ സമരത്തിന്റെയും യുദ്ധത്തിന്റെയും ഒക്കെ സന്ദർഭത്തിലാണെങ്കിൽ പോലും നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. അത് ഈ രൂപത്തിലൊക്കെ ആയാൽ മതി. തുടർന്നുകൊണ്ട് പറയുന്നു, ഫൈദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ, നിർഭയാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിലുള്ള രീതിയിൽ നമസ്കരിച്ചാൽ മതി. അപ്പൊ നിർഭയാവസ്ഥ ഉണ്ടാവുകയും സാധാരണഗതിയിൽ നമസ്കരിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. അതല്ലാത്ത അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനനുസരിച്ച് നിങ്ങൾ നമസ്കാരത്തിന്റെ രീതിയും കോലവും മാറ്റി എങ്കിൽ പോലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത ഈ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഉപേക്ഷ വരുത്തുകയും അത് അവഗണിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നരകാവകാശികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നരകത്തിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ നരകത്തിൽ പോകാനുള്ള കാരണം, ഏത് കുറ്റകൃത്യം ചെയ്തതിന്റെ പേരിലാണ് അവർ നരകാവകാശികളായി തീർന്നത് എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ആളുകളോട് നരകത്തിലേക്ക് അവരെ നയിക്കപ്പെടുമ്പോൾ ചോദിക്കുകയാണ്, മാ സലക്കക്കും ഫീ സഖർ, മാ സലക്കക്കും ഫീ സഖർ, എന്താണ് നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ ഇടവന്നത്, ഏത് കാരണത്താലാണ് നിങ്ങൾ നരകാവകാശികളായി തീർന്നത് എന്ന് പറയുമ്പോൾ അവരുടെ മറുപടി, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. അതിനുള്ള കാരണം ഒന്നാമതായി പറയുന്നു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. മാ സലക്കക്കും ഫീ സഖർ, നരകത്തിലേക്ക് പോവാൻ ഇടവരുത്തിയത് എന്തുകൊണ്ട്, എന്താണ് നിങ്ങൾ നരകത്തിലേക്ക് പോവാൻ ഒരു പാതകം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ആഹാരം കൊടുക്കുമായിരുന്നില്ല. ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെയും ഞങ്ങൾ പരിഗണിക്കുമായിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, ഞങ്ങൾ ജീവിതത്തിന്റേതായ ആ സുഖാനന്ദങ്ങൾ തേടിക്കൊണ്ട് നടക്കുന്ന ആളുകളുടെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. അല്ലാഹുവിനെ സംബന്ധിച്ചോർക്കാൻ, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ, അതിനെ പരിഹാരങ്ങൾ കാണാൻ, അത്തരങ്ങളുള്ള വിഷയങ്ങളൊന്നും തന്നെ ഞങ്ങളുടെ വിഷയങ്ങളായിരുന്നില്ല.
വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. ഇങ്ങനെ ഒരു പരലോകവും അവിടെ ഒരു വിചാരണയും അവിടെ ഒരു സ്വർഗവും നരകവും ഇതൊന്നും തന്നെ ഞങ്ങളുടെ അജണ്ടയിൽപ്പെട്ടതായിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥത്തിലൂടെ നമ്മളെ അറിയിക്കുകയാണ്. എന്തിനു വേണ്ടി? ആ ഒരു സാഹചര്യം നമുക്ക് ഇല്ലാതിരിക്കാൻ, നമ്മൾ അത്തരം ഒരു അനുഭവത്തിൽ ചെന്നുപോയി ചാടാതിരിക്കാൻ. അപ്പൊ അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഉപേക്ഷ വരുത്തുക എന്നുള്ളത് ഒരിക്കലും തന്നെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളവും അയാൾക്ക് ചെയ്യാൻ പാടുള്ള ഒരു കാര്യമല്ല. അതാണ് പരിശുദ്ധ ഖുർആൻ വേറെയും അല്ലാഹു പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹുസ് സ്വലാത്ത വത്തബഉശ് ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യ. ആ നല്ലവരായ പ്രവാചകന്മാരും അവരിൽ വിശ്വസിച്ച നല്ലവരായ അള്ളാഹുവിന്റെ ദാസന്മാരുടെയും ശേഷം വേറെ ഒരു തലമുറകൾ, വേറെ ഒരു വിഭാഗം അവർക്ക് ശേഷം വരുന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ്. അവരെങ്ങനെയുള്ളവരാണ്? അവരുടെ നിലപാട് എന്താണ്? അവരുടെ ജീവിതം എങ്ങനെയാണ്? അല്ലാഹുസ് സ്വലാ വത്തബഉശ് ശഹവാത്ത്. അവരവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരും നമസ്കാരത്തെ ഒഴിവാക്കുന്നവരുമാണ്. നമസ്കാരത്തിൽ അവർക്ക് നിഷ്ഠയുണ്ടായിരിക്കുകയില്ല, നമസ്കാരത്തിൽ അവർക്ക് ശ്രദ്ധയുണ്ടായിരിക്കുകയില്ല. പിന്നെ അവരവരുടെ ദേഹേച്ഛകളുടെ പിറകെ പോകുന്നവരാണ്. എന്താണോ ചെയ്യാൻ തോന്നുന്നത് ആ ചെയ്യുന്നതിന് ഹലാലുകള് ഹറാമുകളുടെ പരിഗണനയില്ല. ഇത് എനിക്ക് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതാണോ അല്ലേ, ഇമ്മാതിരിയുള്ള ഒരു ചിന്തയും അവനുണ്ടാവുകയില്ല. അവൻ വത്തബഉശ് ശഹവാത്ത്, അവന്റെ ഹവൻ നഫ്സിനെ, ദേഹേച്ഛയെ അവൻ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫസൗഫ യൽഖൗന ഗയ്യ. അവര് നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ ഒരിക്കലും തന്നെ അലംഭാവം കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവരുത്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരൊക്കെ നമസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ മുസ്ലിമാകുന്നു എന്ന് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കുന്നില്ല എങ്കിൽ അവന് മുസ്ലിം എന്ന് പറയാമോ? വളരെയേറെ പണ്ഡിതന്മാര് ഒരാള് നമസ്കരിക്കുന്നില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൂടാ. ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹുക്മു താരിഖുസ്സലാ, താരിഖുസ്സലാത്തിനെ, നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ചുള്ള വിധി, അവനെ സംബന്ധിച്ചുള്ള ദീനിന്റേതായ നിലപാട് എന്ന് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ പോലെയുള്ള ആളുകൾ വളരെ വിശദമായി ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഗ്രന്ഥം രചിച്ചതായിട്ട് നമുക്ക്, മഹാഗ്രന്ഥങ്ങൾ രചിച്ചതായിട്ട് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ. അവിശ്വാസികളും നമ്മളും തമ്മിലുള്ള മാറ്റം, നമ്മളും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ആ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ചയില്ല എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ബഹുഭൂരിഭാഗം ഇമാമുകൾ അഭിപ്രായപ്പെടുകയാണ്, നമസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ആ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമേ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. നമസ്കരിക്കുന്നില്ല എങ്കിൽ ഒരാൾ നമസ്കാരത്തെ അവഗണിച്ചുകൊണ്ടോ അതൊന്നും തന്നെ വേണ്ട എന്നുള്ള നിലപാട് കൊണ്ടോ ആണ് നമസ്കരിക്കുന്നില്ല എങ്കിൽ അവൻ കാഫിറാണ് എന്നുള്ള വിഷയത്തിലും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നിസ്കാരത്തെ സംബന്ധിച്ചുള്ള എന്ത് നിസ്കാരം, അതിനൊക്കെ എന്താണ് ഈ കാലത്ത് ഇപ്പോ ഓരോ സമയവും നോക്കിക്കൊണ്ട് കൃത്യമായി നിസ്കരിക്കാനൊക്കെ സാധിക്കുമോ? അങ്ങനെയുള്ള ഒരു അവഗണനയോടുകൂടി നമസ്കാരത്തെ കാണുകയും ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിസ്സാരമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അത് കുഫറാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നുള്ള വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതേ അവസരത്തിൽ അയാള് മുസ്ലിമൊക്കെ തന്നെയാണ്, നിസ്കാരമൊക്കെ നല്ലതാണ് എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ അയാളുടെ അലസത കാരണത്താലോ അല്ലെങ്കിൽ അശ്രദ്ധയാലോ ഒക്കെ നമസ്കരിക്കാതെ ഇരിക്കുകയാണ് എങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമാം ഷാഫിഈയും അതുപോലെ ഇമാം മാലിക്കിനെയും പോലെയുള്ള പ്രഗത്ഭരായ മദ്ഹബിന്റെ ഇമാമുകൾ പറയുന്നത് അവരെ ഉണർത്തണം. അവരെ ഉണർത്തുകയും നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യണം. അപ്പോ അവരുടെ ഉത്തരവാദിത്വമുള്ള ആളുകൾക്ക് ആ ചുമതലയുണ്ട്. ഒരു ഇസ്ലാമിക ഭരണകൂടമാകുമ്പോൾ ഭരണകൂടം തന്നെ ഇടപെടും, അത്തരം ആളുകളുടെ കാര്യത്തിൽ അവർ കൈകാര്യം ചെയ്യും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. പക്ഷേ നമ്മുടേതുപോലെയുള്ള സമൂഹത്തിൽ നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളാണ്,
ഈ രൂപത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അത്തരം ആളുകളെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കണം. ആ ഉപദേശിച്ചുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതും പിന്നെയും അവർ ചെയ്യുന്നില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമുമായിട്ടുള്ള ബന്ധം ഇല്ലാതെയായി എന്നാണ് ഈ മഹാന്മാരായ ഇമാമുകളൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഇമാം അബൂ ഹനീഫ പറയുന്നു, ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ആളുകളെ തടവിലിടണം. നമസ്കരിച്ചില്ല, അവരെ ഉണർത്തി, ആ ഉണർത്തിയതിന് ശേഷവും അവരെ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ അവരെ തടവിലിടുകയും ശിക്ഷിക്കുകയും ചെയ്യണം എന്ന് ഇമാം അബൂ ഹനീഫ പറയുന്നു. ഇമാം ശാഫിഈയും ഇമാം മാലിക്കും ഒക്കെ ഇസ്ലാമിക ഗവൺമെന്റ് അവരെ വധിച്ചു കളയണം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ഒരിക്കലും തന്നെ അവരെ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത്രത്തോളം കണിശമായിട്ടാണ് ഈ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിന് നിർബന്ധമുള്ളത് എന്ന് നമ്മൾ മനസ്സിരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമുമായിട്ടുള്ള അവന്റെ ഏറ്റവും അവസാനത്തെ ബന്ധമാണ് ഈ നമസ്കാരത്തിലൂടെ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിലൊരിക്കലും തന്നെ ഒരു കൃത്യനിഷ്ഠയില്ലായ്മയോ അശ്രദ്ധയോ അവഗണനയോ അല്ലെങ്കിൽ അതൊരു മൗലികമായി തന്റെ ഒരു ബാധ്യതയാണ് എന്നുള്ള ഒരു തിരിച്ചറിവോ ഇല്ലാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. അങ്ങനെ നമസ്കരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സന്താനങ്ങളെ ആ നമസ്കരിക്കുന്ന ആളുകളാക്കി മാറ്റണമേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുമ്മ ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയ്യതി, അല്ലാഹുവേ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനായി നീ അവശേഷിപ്പിക്കണമേ, ഒമിൻ ദുർരിയത്തി എന്റെ മക്കളെയും അതുപോലെ നീ ആക്കി തീർക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തിനാ റബ്ബനാ വതഖബ്ബൽ ദുആ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.